മൈഫിൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരു ഹായ് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മറൈൻ ഡ്രൈവിലാണ്. മൈഫിൻ ടിവിയുടെ ഒരു പുതിയ പ്രോഗ്രാമാണ് മണികിലുക്കം. മണികിലുക്കം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ക്യാഷ് ഉണ്ട്. തീർച്ചയായും നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇവിടെയുള്ള കുറച്ച് പേർക്ക് കുറച്ച് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പണം എനിക്കൊരു പ്രശ്നമല്ല. ഓക്കെ, ക്യാഷ് പൈസ ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുകയാണ്. പക്ഷെ അത് വെറുതെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ള പ്ലാൻ ഇല്ല. നമുക്ക് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് കയ്യിലുണ്ട്. അതിന് ആൻസർ ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ പൈസ കൊടുക്കുക. ഞാൻ മാത്രമല്ല, ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ പപ്പാഞ്ഞിയും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പം നമ്മുടെ ഈ ഡീൽ ആരൊക്കെ ക്ലോസ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. നിബന്ധനകൾ ഒന്നുകൂടെ പറയാം. നമ്മുടെ കയ്യിലുള്ള 5 ക്വസ്റ്റ്യൻ ആണ്. അതെ, പപ്പാഞ്ഞിയുടെ ക്യാഷ് കൈ നിറയെ ഇരിക്കുന്നുണ്ടോ? ആദ്യത്തെ ക്വസ്റ്റിന് 10, സെക്കൻഡിന് 20, അതുപോലെ തേർഡിന് 50, ഫോർത്തിന് 100 ആൻഡ് ഫൈനലി 200. 2 ബോണ്ട, ഒരു സവാളവട, ഒരു സുഖിയൻ. ഇത്രയും ക്യാഷ് വിൻ ചെയ്യാനുള്ള ചാൻസ് ആണ്. കഥ ഹലോ, പേര് പറയാം. ഗൗരി ശങ്കർ. അർജുൻ. മാളവിക. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഐഡിയ? പേടിക്കണ്ട. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സിനെ വിളിക്കുന്ന പേര്. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. നോർമലി നമ്മൾ ഓഹരി വിപണി എന്ന് പറയുമ്പോൾ തന്നെ 2 കാര്യങ്ങൾ മെയിൻ ആയിട്ട് വരാം. അതിന്റെ ഉയർച്ച താഴ്ചകൾ കുറെ നമ്പേഴ്സ് കാണിക്കാം. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഐഡിയ ഉണ്ടോ? ശരിയല്ല. അപ്പം മിഠായി ജ്യൂസ് 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 കുമ്മട്ടിക്ക ജ്യൂസ് മമ്മൂട്ടിക്കാക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്. ചേട്ടന്റെ പേര്? നവീൻ. നിയ. നിമ്മി. ഞങ്ങളെല്ലാം സുഖമാണല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരാ പറയുന്നത്? ആർക്കാ അറിയാൻ നോക്കാം. നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ. അറിയില്ല. ലേഡിയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നമ്മുടെ കേരളത്തിലെ ഏറ്റവും ധനികരായ ജ്വല്ലറി ഗ്രൂപ്പ്. സെൻസെക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാം. ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. അതിന്റെ ഫുൾ ഫോം അറിയാം? അറിയില്ലേ? അറിയണ്ട, ആർക്കും അറിയണ്ട. 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താലായ മാത്രമാണ് നമുക്ക് ലോക്ക് ആവുള്ളൂ. 100. അല്ലാതെ നമ്മൾ എത്ര അത് കിട്ടിയാലും നമുക്ക് റിട്ടേൺ വേണ്ടി തെറ്റ് ചെയ്യും. ഓക്കെ, സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തുടങ്ങാം. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല സാർ. RBIയുടെ ഫുൾ ഫോം? കൺഫ്യൂഷൻ ആക്കരുത്. അവർ കുറച്ച് ശുദ്ധമായി കൊടുക്ക്. ബാങ്കാണ്. കുട്ടാ, എത്രടാ നമ്പർ? KL7. പറയടാ പുല്ലേ. പക്ഷേ ഒരു മിഠായി, പപ്പാഞ്ഞൂടെ ഒരു മിഠായി സമ്മാനമായിട്ട് കൊടുക്കും. ഓക്കെ, താങ്ക് യു. ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല. ഹാപ്പി ക്രിസ്മസ്. കാലടി ചോദിക്കും മുതലാളി. ഫിനാൻസ് സിനിമ ഒക്കെ ചോദിക്കാം. ദുൽഖറിന്റെ ഈയിടയ്ക്ക് ഒരു സിനിമ ഇറങ്ങിയിരുന്നു, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലെ ലക്കി ഭാസ്കർ. ഇനിയാ ശരിക്കുള്ള കഥ തുടങ്ങാൻ പോകുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്കാമായിട്ട് ഓഹരി വിപണിയിൽ ഒരാളുടെ സ്റ്റോറിയെ ഫേസ് ചെയ്തിട്ടാണ്. ആക്ച്വലി എനിക്കറിയില്ല. അറിയാം. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. ഓക്കെ, സിനിമ കണ്ടിരുന്നെങ്കിൽ അതിൽ ആദ്യം ദുൽഖർ പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. സമ്മതിച്ചു. 10 രൂപ തിരിച്ചു വാങ്ങി. തരില്ല. ഞാൻ ഇത് ആർക്കും തരില്ല. അത് തരില്ല. നമ്മുടെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. പേര് മാധവൻകുട്ടി. ഹസീന. എവിടുന്ന് വരുന്നു? തിരുവനന്തപുരം ജില്ലയിൽ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ ഉൽപ്പലാക്ഷിന് വേണ്ടി
മെമ്പർ നാണപ്പൻ സംസാരിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ RBIയുടെ ഫുൾ ഫോം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. യെസ്, കൺഗ്രാറ്റുലേഷൻസ്. 10 രൂപീസ് സമ്മാനമായിട്ട് നേടിയിരിക്കുന്നു. നമ്മുടെ ഇപ്പം കേന്ദ്രത്തിലെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല എന്തിനാണ് നിർമ്മല സീതാരാമൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ RBI സ്ഥാപിതമായ വർഷം. അയ്യോ 1952 ആണോ? KL7 63 ആണോ 77 15 ആണ്. 35. റൈറ്റ് ആൻസർ. സെൻസെക്സിന്റെ അയ്യോ അറിയാണ്ടില്ലേ ശ്രീലക്ഷ്മി? സെൻസെക്സിന്റെ ഫുൾ ഫോം. PSC ട്രൈ ചെയ്യുന്നേ. അതെ. സെൻസെക്സിന്റെ ഫുൾ ഫോം അറിയാ? നീ എന്തിനാ പഠിക്കണേന്ന്? നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. വന്നാലും സെൻസെക്സ് എത്തിപ്പിടിക്കാൻ പാടാ. എന്റെ പേര് അജയൻ. നിഷാദ്. ഒരു കാലത്ത് ഈ സിറ്റിയിലെ മുഴുവൻ ഫോഴ്സ് അവർക്കൊന്നും അല്ലായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ RBI കേട്ടിട്ടുണ്ട്, അതിന്റെ ഫുൾ ഫോം ബാങ്കാണ്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. പറഞ്ഞോട്ടെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. യെസ്, റൈറ്റ് ആൻസർ. 10 രൂപ കൈയുടെ വാങ്ങിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ കേന്ദ്രത്തിലെ ഫിനാൻസ് മിനിസ്റ്റർ. ഇടത്തൻ ഒരു ലേഡിയാ നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമൻ. നിർമ്മല ഈ അടുത്ത് നോട്ട് നിരോധിച്ച വർഷം, അതായത് അർദ്ധരാത്രി മെയ് ഏത് ഇയറിലായിരുന്നു? ഗസ് ചെയ്ത് അടിച്ചോ? 2017 ആണോ? തെറ്റിപ്പോയി. യെസ്. പേര് പറ. രാഹുൽ എവിടെ നിന്നായിരുന്നു? കോഴിക്കോട്. RBIയുടെ ഫുൾ ഫോം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. GSTയുടെ ഫുൾ ഫോം. GST അറിയോ? അറിയില്ല, സിമ്പിൾ. അറിയെന്ന് പറഞ്ഞോ? ടി ടാക്സ്. ടി ടാക്സ് ആണ്. ഗവൺമെന്റ്. ജി എന്തായിരിക്കും? ഗവൺമെന്റ്. എസ് അതും സർവീസ് ടാക്സ് ആണ്. പക്ഷെ ഇനി ജി എന്തിന്റെ? ജനറൽ അല്ല. രക്ഷയില്ല. അപ്പൊ 10 പോയി. പകരം നമുക്ക് ഒരു മിഠായി തരാം. പേര്? അഖിൽ. വൈഷ്ണവ്. ജീവൻ. RBIയുടെ ഫുൾ ഫോം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കൈ വെച്ചോ, പത്താമത് പറയാം. GSTയുടെ ഫുൾ ഫോം അറിയില്ല. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. DQന്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ കണ്ടിരുന്നു. അപ്പൊ അതിലൊരു സ്കാം ഒരാളെ കുറിച്ചാണ് പറയുന്നത്. അയാളുടെ പേര് ഹർഷ മേത്ത. റൈറ്റ്. ഈ ഇടയ്ക്ക് നമ്മുടെ മോദി നോട്ട് നിരോധിക്കുകയുണ്ടായി. ഏത് ഇയറാണ്? 2018. 16 ആയിരുന്നു ആൻസർ. ജസ്റ്റ് നിങ്ങൾ മിസ് ചെയ്തു. താങ്ക് യു സോ മച്ച്. എവിടെ വരുന്നത്? GST കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടേ ഇല്ല. ഗവൺമെന്റ് അതാണ്. പറഞ്ഞേ നോക്കട്ടെ. പറ. അറിയത്തില്ല. പേര് പറഞ്ഞു. മുഹമ്മദ്. ഇർഫാൻ. ചെറിയ നാണം ഉണ്ടെന്ന് തോന്നുന്നു. അഫ്രഹ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള പേരാണ്. നോട്ട് നിരോധിച്ച വർഷം 16 RBIയുടെ ഫുൾ ഫോം. ഒരു ബാങ്കാണ് RBI. തലപ്പത്തിരിക്കുന്ന ബാങ്ക്. നോട്ട് അടിക്കുന്നെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പറയിപ്പിച്ച്. കറക്റ്റാണ്. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. അപ്പൊ ഐശ്വര്യമായിട്ട് കിട്ടിയ കാശൊക്കെ തന്നാൽ പകരം നിങ്ങൾ മിഠായി തരും. പേര് പറയാം. പ്രിൻസി. ജെഫിയ. ഷെറീന. ഇത് ആനന്ദവല്ലി ചേച്ചി, ഇത് കൗസല്യ ചേച്ചി. ഞാൻ ഇന്ദുമതി, ഞാൻ ഏറ്റവും ഇളയത്. ഫിനാൻസ് റിലേറ്റഡ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. ഷുവർ വി വിൽ കം. അങ്ങനെ ഒരാൾ മാത്രം ഞെളിഞ്ഞു പോണ്ട. ഐ ഈസ് കം. താങ്ക് യു. ശുക്രിയ. GSTയുടെ ഫുൾ ഫോം. സർവീസ് ടാക്സ്. ഗ്രോസ് സർവീസ് ടാക്സ്. സർവീസ് ടാക്സ്. ഗുഡ് സർവീസ് ടാക്സ്. കറക്റ്റ്.
അടുത്തത് വളരെ സിമ്പിൾ ആയിട്ട് വീണ്ടും RBIയുടെ ഫുൾ ഫോം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ലക്കി ഭാസ്കർ സിനിമ കണ്ടിരുന്നോ? കണ്ടു. ആ സിനിമയിൽ DQ പറയുന്നുണ്ട് ഇത് ഒരാളുടെ സ്റ്റോറിയാണ്. പണ്ടൊരു സ്കാം ചെയ്ത ഓഹരി വിപണിയിൽ തട്ടിപ്പ് നടത്തിയ ഒരാളാണ്. തുടക്കത്തിൽ പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. ആയിൽ തുടങ്ങുന്നു. അപ്പൊ ശരി, ഐശ്വര്യമായിട്ടാ പൈസ. हम लोग छत्तीसगढ़ से आए हैं। छत्तीसगढ़ के गांव सरायपाली से आए हैं। एक कस्बा है आनंद गोयल, माई वाइफ अनीता। तो मैं आपसे पूछती हूँ, RBI की फुल फॉर्म मालूम है? हाँ, रिजर्व बैंक ऑफ इंडिया। ठीक है. थैंक यू। ठीक है. नेक्स्ट क्वेश्चन है, इंडिया का फाइनेंस मिनिस्टर कौन है? इंडिया निर्मला सीतारमन। GST का फुल फॉर्म बताया? गुड्स एंड सर्विस टैक्स। ठीक है. थैंक यू. ठीक है. हम अगर शेयर मार्केट में इन्वेस्ट करेंगे तो जी। हमें मंथली हमें रिटर्न्स मिलते हैं. जी। वो रिटर्न्स को एक नाम है, एक टर्म है. जमा करते हैं उसको SIP बोलते हैं, हाँ. सिस्टमेटिक इन्वेस्टमेंट प्लान। और जो रिटर्न मिलता है उसको हम, नाम मुझे याद नहीं आ रहा, मैं जानता हूँ उसको। टर्म है, D से स्टार्ट करते हैं. D डी। से स्टार्ट करते हैं वो टर्म. D से हाँ. डिविडेंड। आपको सेंसस का फुल फॉर्म मालूम है? फुल फॉर्म नहीं मालूम है, लेकिन सेबी पर जो शेयर ये होता है, जो 30 शेयरों का जो सूचकांक होता है, उस पर वो सेंसेक्स निर्धारित होता है। हमारे खिलाफ ऊट पटांग लिखने की तुम्हारी हिम्मत कैसे हुई? वो फुल फॉर्म नो नो नो। എത്ര പേര്? എന്റെ പേര് അജിത സുരേഷ്. അജിത സുരേഷ്. തെച്ചിന കടയല്ലേ ഇതല്ലേ? അതെ. ഇങ്ങനെ വന്ന ബിസിനസ് ഒക്കെ ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. കുഴപ്പമില്ലാണ്ട് നമ്മളൊരു ബിസിനസ് ചാനലിൽ നിന്ന് തന്നെയാണ് മൈഫിൻ TV എന്ന് പറയും. അപ്പൊ നമുക്ക് ധനകാര്യമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യത്തിന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ട്. പക്ഷെ 4 ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാലാണ് നമുക്ക് സ്വന്തമായിട്ട് കിട്ടും. 100 രൂപ സ്വന്തമായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ തരുന്ന ക്യാഷ് തിരിച്ചു തരണം. ഈ കടയിൽ നിന്ന് തരണ്ട, നമ്മൾ തരുന്ന തിരിച്ചു തരണം. ഓക്കെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്രത്തിൽ അതായത് നമ്മുടെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഒരു ലേഡിയാണ്. അത് നിർമ്മല സീതാറാം. കറക്റ്റ് ആണ്. ഒരു 10 രൂപ കൈയോടെ വെച്ചു, പക്ഷെ തെറ്റിട്ട് തിരിച്ചു തരേണ്ടി വരും. രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ നോട്ട് നിരോധിച്ചില്ല, ഓർമ്മയുണ്ടോ? അത് ഏത് വർഷമായിരുന്നു? പ്രധാനമന്ത്രി വന്നിട്ട് പറഞ്ഞോ? മോദി ഇരുന്ന സമയത്തായിരുന്നു. മോദി ആയിരിക്കണം. അല്ല, മോദി വന്നെടുത്തായിരുന്നല്ലോ. ആ വർഷമാണ് വർഷം അടിയന്തരവുമായി ബന്ധപ്പെട്ട് 2006 2016 അടിയന്തരം അല്ലേ? 16 GST ഉണ്ടോ ഇവിടെ? GST കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. GST എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? GST എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും സാധനം മേടിക്കുമ്പോ നമുക്ക് അതില് വരുന്ന ഒരു കണക്കിന്റെ ഇതൊക്കെ വെച്ചുള്ള ഒരു ഇതാണ് GST. ഫുൾ ഫോം എന്തറിയില്ല. കാശ് പപ്പാനി കൊടുത്തിട്ട് ഒരു മിഠായി വാങ്ങിക്കാം. ഓക്കെ, താങ്ക് യു. പേര് പപ്പാനി. കീർത്തന ബിൻഡ. ഞങ്ങളൊക്കെ കുറച്ചാളായിട്ട് ഇവിടുത്തുകാരാ. RBIയുടെ ഫുൾ ഫോം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കറക്റ്റ് ആണ്. 10 രൂപ സമ്മാനമായി നൽകി. ഉറപ്പിക്കരുത്, സന്തോഷം. ഇല്ല. നമ്മുടെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാറാം. കറക്റ്റ് ആണ്. 20 റുപ്പീസ് കൂടി സമ്മാനമായി നേടിയിരിക്കുന്നു. ഇന്ത്യയിൽ നോട്ട് നിരോധിച്ച വർഷം 2017. 2015. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കുക. 16. 3 തരം 50 രൂപ. ഈ ക്വസ്റ്റ്യന് നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 100 റുപ്പീസ് സ്വന്തമാകും. ഓക്കെ. RBI സ്ഥാപിച്ച വർഷം 1935 ആയിരുന്നു. അപ്പം ഐശ്വര്യമായിട്ട് കിട്ടിയ കാശില്ല ഇങ്ങനെ തരിക. സന്തോഷമായിരിക്കണം പപ്പാനിക്ക്.
അത് നമുക്ക് പരിചയപ്പെടാം. പേര് സൗമ്യ, അനീഷ്. എവിടെ നിന്ന് വരുന്നു? പെരുമ്പടപ്പ്. നമ്മളൊരു ഫിനാൻസ് ബേസ്ഡ് ആയിട്ടുള്ള ടി വി ആണ്, മൈഫിൻ ടി വിയിലാണ്. നമുക്ക് 5 ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ മോദി നോട്ട് നിരോധിച്ച വർഷം കൊറോണയ്ക്കൊക്കെ മുമ്പാണ്. 2000 നോട്ടാണോ? അറിഞ്ഞില്ലേ ആജ് രാത്രി എന്നൊക്കെ പറഞ്ഞിട്ട് 2016. ധനപരമായിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, അതായത് സാമ്പത്തികമായിട്ട് റിച്ചസ്റ്റ് ആയിട്ടുള്ള ജ്വല്ലറി ഏതാണ് കേരളത്തിലെ? ഭീമ, ഭീമയല്ല, കല്യാണമല്ല, മഹാരാജാസ്, അല്ല. ജോസ് ആലുക്കാസ്, ജോയ് ആലുക്കാസ്. റൈറ്റ് ആൻസർ. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ തലപ്പുറത്ത് എന്ന് പറയുന്നത് ബോംബെയാണ്. ബോംബെ സ്റ്റോക്ക് മാർക്കറ്റ് അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേര്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ട്രീറ്റ്. സ്ട്രീറ്റിന്റെ പേര്, അത് നിൽക്കുന്ന ഒരു സ്ട്രീറ്റിന് ഒരു പേരുണ്ട്. എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഡിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്ട്രീറ്റ് ഡി സ്റ്റാർട്ട് ചെയ്യുന്നത്. രക്ഷയില്ല. അപ്പോൾ തോൽവി സമ്മതിച്ചു. പപ്പാജിക്ക് ദലാൽ. RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്ര ധനകാര്യമന്ത്രി, അത് മറ്റേ നിർമ്മല സീതാരാമൻ. നോട്ട് നിരോധിച്ച വർഷം അത് മറ്റേ 2016-17 2016. അതറിയാൻ പാടില്ല. താങ്ക് യു. ഓക്കെ, താങ്ക് യു. എല്ലാരെയും പരിചയപ്പെടാം. ഇജാസ്, ഇജാസ്, അൻസിൽ, അൻസിൽ, അജ്മൽ, അജ്മൽ, താഹിർ, ഫാസിൽ, ഫാസിൽ. RBIയുടെ ഫുൾ ഫോം? RBIയുടെ ഫുൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 10 രൂപ കൈയ്യോടെ. ഓക്കെ, ചെറിയ കൈയുടെയൊക്കെ ആവാം. രണ്ടാമത്തത് നമ്മുടെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി, ഫിനാൻസ് മിനിസ്റ്റർ ആരാണ്? നിർമ്മല സീതാരാമൻ. മോദി നോട്ട് നിരോധിച്ച വർഷം? മോദിജി നമ്മുടെ പ്രധാനമന്ത്രി നോട്ട് നിരോധിച്ചു 2016. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റിന്റെ പേരാണ് ചോദിക്കുന്നത്. ലാൽബാഗ്. അല്ല, അല്ല, അല്ല. ലാൽ ഓക്കെയാണ്. ലാലിന് മുമ്പ് ഒരൊറ്റ അക്ഷരം കൂടി വരും. ഒരക്ഷരം. ഖലാൽ. ഖലാൽ. ലാൽബാഗ്. ചലാൽ. ഞാൻ പറയട്ടെ, ചലോ. ചലോ. അപ്പൊ ആ കിട്ടിയ കാശ് തിരിച്ചു തരാം. കിട്ടിയ കാശ് തിരിച്ചു തരിക. മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു പറയാനായിട്ട്. സുഹൃത്തുക്കളെ കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഞങ്ങൾ വെറുതെ വിടില്ല. മധുരം നുണയാം. എല്ലാവരുടെ പേര്? സുഹൈൽ. റിസ, റിസ, ആനി, ആനി, സ്വാതി. സ്വാതി. നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആരാണ് ഇന്ത്യയിൽ? അതല്ലേ ധനകാര്യ. ആണ്. 10 രൂപ കൈയോടെ വാങ്ങിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, RBIയുടെ ഫുൾ ഫോം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സിമ്പിൾ, അത്രേ ഉള്ളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ നോട്ട് നിരോധിച്ച വർഷം? ഒരെണ്ണം പറയടേ. 16 അപ്പൊ പറയണം അങ്ങോട്ട്. നമ്മൾ 8 പഠിക്കുമ്പോഴാണ്. അത് തന്നെ. നമ്മൾ 8 പഠിക്കുമ്പോഴാണ്. നമ്മൾ 20 പാസ് ഔട്ട് ആയത്. 18 പ്രളയം വന്നില്ലേ? അപ്പോഴൊന്നും ഇല്ല. സുഹൃത്തുക്കളെ, വൻ ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചർച്ചയിൽ ഒരു തീരുമാനമായോ? ഏതാണ്ട് അടുത്തെത്തി. പഠിക്കുമ്പോ എപ്പോഴാ നിങ്ങൾ 8 പഠിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ? 2016. 2050. ഈ ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്താലാണ് നിങ്ങൾക്ക് ശരിക്കും സമ്മാനം കിട്ടുക. ഇന്ത്യയിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ്, അതായത് ഓഹരി വിപണിയുണ്ട്. ഇന്ത്യൻ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ആദ്യത്തെ കമ്പനി ഏതാണ്? റൈറ്റ് ആൻസർ. 100 വാങ്ങിയിട്ട് ബാക്കിയെല്ലാം തിരിച്ചു. ചക്ക വീണതാണോ? കേരളത്തിലെ ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആയിട്ട്, അതായത് ഏറ്റവും സാമ്പത്തികമായിട്ട് മുൻനിരയിൽ നിൽക്കുന്ന ജ്വല്ലറി? ജോയ് ആലുക്കാസ്. റൈറ്റ് ആൻസർ. നല്ലൊരു കൈയടി കൊടുക്കുക. നിങ്ങൾക്ക് ഫോൺ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി നമുക്ക് സെറ്റിൽഡ് ആവാനും അതിനുള്ള കുറച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നമ്മുടെ ഒരു ആപ്പ് ഉണ്ട്.
പ്ലേ സ്റ്റോറിൽ പോയിട്ട് മൈഫിൻ, അതായത് മൈ ഫിനാൻസ് എന്നുള്ളതിൻ്റെ മൈഫിൻ സ്പേസ് TV എന്നടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടും, അതൊന്ന് ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ മൈഫിൻ TVയുടെ മണികിലുക്കത്തിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ കൊച്ചിയിൽ വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ചെറിയ ക്യാഷ് പ്രൈസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇതൊന്നുമല്ല മൈഫിൻ TV നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് വലിയ വലിയ സമ്മാനങ്ങളാണ്. അതെങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കയറിയിട്ട് മൈഫിൻ സ്പേസ് TV, അങ്ങനെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഒപ്പം നിങ്ങളായിരിക്കാം ഒരുപക്ഷെ ആ ഭാഗ്യശാലി. പക്ഷേ മണികിലുക്കത്തിൻ്റെ എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നില്ല. ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും എത്തും. അതുവരേക്കും ബൈ. പേര് മാതാമുട്ടി. കിട്ടിയ ക്യാഷ് പോയ ഒരു വാക്ക്. മുഖം ഒന്ന് കാണിക്കാവോ തിരുമനസേ? നമ്മൾ എത്തി പഠിക്കുമ്പോഴാ 18 പ്രളയം വന്നില്ല. നല്ല നാദനി മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. കണ്ണും